എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ സാസുകയെ കാണിക്കുന്നു. കാക്കാഷി മാസ്റ്റർ ഇപ്പൊ സാസുകയ്ക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ട്രെയിനിങ്ങിന്റെ അവസാനം ഇപ്പൊ മാസ്റ്റർ ഒരു മാപ്പ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കും. അവനത് എന്താണെന്ന് ചോദിച്ച് ഇപ്പൊ അത് ചെക്ക് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ സാക്കുറയും ടീമും അവരാ സ്പൈഡറിനെ അടിച്ചു കൊന്ന് ഫോർത്ത് ഹൊക്കാഗയുടെ ലെഗസി തേടി അങ്ങനെ പോവാണ്. അപ്പൊ ഷിക്കമരു അവൻ ഈനോയോട് പറയും, നിങ്ങൾ മുൻപിൽ നടന്നോ, തൊട്ടു പിന്നാലെ ഞാനുണ്ട്. എനിക്ക് ചില കാര്യങ്ങള് ഒറ്റയ്ക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോ പിന്നാലെ വരുന്നത്. അത് കാണുമ്പോ ഇപ്പൊ കുട്ടപ്പന് അവൻ എന്തോ ഒരു ഡൗട്ട് തോന്നി. ഷിക്കമരുവിന്റെ പിന്നാലെ തന്നെ പോവും. ഷിക്കമരു ചോദിക്കും, നീ എന്തിനാ എന്റെ പിന്നാലെ വരണേ? അതിന് കുട്ടപ്പൻ, നിന്റെ സീക്രട്ട് അതെന്താണെന്ന് എനിക്കും അറിയണം. അപ്പൊ ഉടനെ ഒരുപാട് കല്ലുകള് ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. ആ കല്ലുകൾക്ക് പുറകിലായിട്ട് ഹിഡൻ റെയിൻ വില്ലേജിലെ നിഞ്ചകള് അവര് കത്തിയായിട്ട് ഇപ്പൊ ഷിക്കമരുവിന്റെയും കുട്ടപ്പന്റെയും മുൻപിലേക്ക് ചാടി വീഴും. ഷിക്കമരു ഞൊടിയിടയില് അവന്റെ ഷാഡോ ക്ലൗൺ ജിപ്സ് ഉപയോഗിച്ച് അവരിൽ ഒരുപാട് പേരെ ഇപ്പൊ ലോക്ക് ചെയ്യും. അത് കണ്ട് കുട്ടപ്പൻ, ഇനി ഞാൻ എന്റെ പവർ കാണിച്ചു തരാന്ന് പറഞ്ഞ് കുട്ടപ്പൻ ഇപ്പോ അവന്റെ 1 ഡസൻ ക്ലൗൺസിനെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഷിക്കമരു അവരോട് ചോദിക്കും, നിങ്ങളാ ഹിഡൻ റെയിൻ വില്ലേജിലെ നിഞ്ചകളല്ലേ? എക്സാമിന് നിങ്ങൾ എല്ലാവരും തോറ്റുപോയവരല്ലേ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾ എന്തിനാ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? അതിനവരാവട്ടെ ഒന്നും മിണ്ടാതെ ഇപ്പൊ തല കുനിച്ചു നിൽക്കും. ഷിക്കമരു പറയും, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. അത് കേട്ടുടനെ അവര് 15 പേരും അവിടുന്ന് ഓടി രക്ഷപ്പെടും. കട്ട് ചെയ്ത കുട്ടപ്പനും ഷിക്കമരുവും അവര് 2 പേരും തിരികെ നമ്മുടെ ടീമിന്റെ അടുത്തേക്ക് വരും. കുട്ടപ്പനാണെങ്കില് നിർത്താതെ മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് ഈനോ ചോദിക്കും, കുട്ടപ്പാ നീ എങ്ങോട്ടാ ഓടണേ? ഇതിലെ ഹിന്റ് പോലും നോക്കാതെ നീ എവിടേക്കാണ് ഓടിപ്പോകുന്നത്? അതിന് ഷിക്കമരു പറയും, കുഴപ്പമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി ഹിന്റ് നോക്കി മുൻപോട്ട് പോവും. അങ്ങനെ വീണ്ടും ആ ഒരു മാപ്പ് നോക്കി അവര് കുട്ടപ്പന്റെ പിന്നാലെ തന്നെ പോവും. അവരൊരു ഗുഹയ്ക്കുള്ളിൽ കയറി മുൻപോട്ട് നടക്കുമ്പോ തൊട്ടടുത്തായി ഒരു ബസർ കാണും. കുട്ടപ്പൻ വീണ്ടും ഇപ്പൊ മുൻപോട്ട് നടക്കും. അപ്പൊ എന്തോ ഒരു ഗ്യാസ് അവിടെ സ്പ്രെഡ് ആവാൻ തുടങ്ങും. ഉടനെ ഈനോ പെണ്ണ് അവൾ ആ ഗ്യാസ് ശ്വസിച്ചതും പതിയെ മയങ്ങി ഇപ്പൊ താഴേക്ക് വീഴും. ഷിക്കമരു വിളിച്ചു പറയും, കുട്ടപ്പ ശ്വാസം പിടിച്ചു വെച്ചോ, അത് സ്ലീപ്പിംഗ് ഗ്യാസ് ആണ്, അത് ശ്വസിച്ചാ ഉറപ്പായിട്ട് ഉറങ്ങിപ്പോന്ന് പറഞ്ഞ് ചോച്ചിയും ഷിക്കമരുവും ഈനോയും അവര് 3 പേരും ഒരു പ്രത്യേക സ്ഥലത്ത് പിടിച്ചു നിൽക്കും. കുട്ടപ്പൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. അവൻ ചുറ്റും നോക്കുമ്പോ നടുക്ക് വലിയൊരു കുഴി കാണും. കുട്ടപ്പൻ ഇപ്പോ അത് ഷിക്കമരുവിന് കാണിച്ചു കൊടുക്കും. ഷിക്കമരു ചോച്ചിയോട് അവിടേക്ക് എടുത്തു ചാടി അവിടെ എന്തെങ്കിലും സ്വിച്ച് ഉണ്ടോ നോക്കാൻ പറയും. ചോച്ചി എടുത്തു ചാടി അവിടെ സ്വിച്ച് ഉണ്ടോന്ന് അന്വേഷിക്കും. അപ്പൊ അതിന്റെ ഏറ്റവും താഴെയായിട്ട് അവനൊരു സ്വിച്ച് കാണും. അതിൽ പ്രസ് ചെയ്യുമ്പോ ആ ഒരു സ്ലീപ്പിംഗ് ഫോഗ് അത് കംപ്ലീറ്റ് അബ്സോർബായി പുറത്തേക്ക് പോവും. അവർ ചുറ്റും നോക്കും. അപ്പൊ മുൻപിലായിട്ട് മറ്റൊരു ഡോറ് കാണും. അവരാ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോ അവരുടെ തൊട്ടു മുൻപിലായിട്ട് വലിയൊരു നദി. ഷിക്കമരു വീണ്ടും ആ ഒരു സ്ക്രോള് അതെടുത്ത് വായിക്കാൻ തുടങ്ങും. നമ്മുടെ കുട്ടപ്പൻ അവൻ തുള്ളിച്ചാടി ഓടി ഏതോ ഒരു കട്ടയിൽ കയറി ചവിട്ടും. കുട്ടപ്പൻ തെന്നി അടിച്ച് ഇപ്പൊ താഴേക്ക് പോകുന്ന കണ്ട സാക്കുറ അവൾ അവന്റെ കോളറെ പിടിച്ച് ഇപ്പൊ മേലേക്ക് വലിക്കും. അങ്ങനെ നമ്മുടെ സ്വത്തുമണികള് അവരെല്ലാവരും വലിയൊരു മരപ്പലകയില് ഇപ്പൊ മുൻപോട്ട് പോവാണ്. അപ്പോഴായിരിക്കും അവരുടെ തൊട്ടു മുൻപില് ഒരു വലിയ തൂണ് കാണുക. ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ ടെൻഷനാവും. അപ്പൊ കുട്ടപ്പൻ അവൻ ആ തൂണ് ചൂണ്ടിക്കാണിക്കും. ആ തൂണിൽ മുഴുവൻ ഇപ്പൊ ലീഫ് വില്ലേജിലെ ഹൊക്കാഗമാരുടെ ശില്പങ്ങള് കൊത്തിവെച്ചതായിട്ട് അവര് കാണും. കുട്ടപ്പൻ പറയും, യഥാർത്ഥ വഴി അത് ഞാൻ കണ്ടുപിടിച്ചു, ആരും ടെൻഷൻ ആവണ്ട. കുട്ടപ്പൻ ഫോർത്ത് ഹൊക്കാഗ ലെഗസി എന്ന് വിളിച്ചു കൂവി ഫോർത്ത് ഹൊക്കാഗയുടെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു ചാടും. അത് കണ്ട് ഷിക്കമരുവും ഈനോയും ചോച്ചിയും സാക്കുറയും അവരെല്ലാവരും കുട്ടപ്പന്റെ പിന്നാലെ ചാടി ഇപ്പൊ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും. ഷിക്കമരു പറയും, ഇത്തവണ കുട്ടപ്പൻ പറഞ്ഞതാണ് കറക്റ്റ്. കുട്ടപ്പൻ വീണ്ടും നോ എന്ന് പറഞ്ഞ് അലറിക്കാറും. അവരെന്തു പറ്റിയെന്ന് പറഞ്ഞ് ചുറ്റും നോക്കുമ്പോഴായിരിക്കും അവരെല്ലാവരും വീണ് കിടക്കുന്നത്. അത് കുട്ടപ്പന്റെ ദേഹത്താണ്. അവരുടനെ ഇപ്പൊ എഴുന്നേറ്റ് മുൻപോട്ട് നടക്കും. അങ്ങനെ അവസാനം നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഫൈനൽ ടെസ്റ്റിലെത്തി. ഈനോടനെ അവളുടെ കത്തിയെടുത്ത് സാക്കുറയുടെ കഴുത്തിൽ വെക്കും. ചോച്ചി അവന്റെ കത്തിയെടുത്ത് ഇപ്പൊ കുട്ടപ്പന്റെ കഴുത്തിലും. അപ്പൊ ചോച്ചി അവൻ പറയും, ഇത് ഷിക്കമരുവിന്റെ പ്ലാനാണ്, ഈ ഒരു ട്രഷർ അത് ഞങ്ങൾക്കുള്ളതാണ്. അതിന് ചോച്ചി പറയും. അത് കേട്ട് ചോച്ചി വീണ്ടും ആ സ്ക്രോള് വായിക്കും. ആർക്കാണോ പരസ്പരം വെറുപ്പ്, പക എന്നിങ്ങനെ വികാരങ്ങളുള്ളത് അവരുടെ മുൻപില് ഈ ഒരു വഴി അത് തുറക്കില്ല. അപ്പൊ ഷിക്കമരു അവനിപ്പോ ചോച്ചിയോടും
സാക്കുറയോടും പറയും, നിങ്ങൾ രണ്ടുപേരും ആ കത്തി അത് മാറ്റിയാൽ മാത്രമേ ഇനി നമുക്ക് മുൻപോട്ട് പോവാൻ കഴിയൂ. അത് കേട്ടുടനെ അവർ രണ്ടുപേരും കത്തി മാറ്റും. ഷിക്കമരു അവൻ ഒരുപാട് വിഷമത്തില് ആ ഒരു ടൈഗർ സ്ക്രോള് അത് കുട്ടപ്പന് കൊടുത്തിട്ട് പറയും, ഇനി ഇത് നിനക്കുള്ളതാണ്, നീയാണ് ഇതാദ്യം തേടി വന്നത്. അതിന് കുട്ടപ്പൻ പറയും, പക്ഷെ നമ്മൾ രണ്ടുപേരും ചേർന്നായിരിക്കും ഇനി അങ്ങോട്ട് മുൻപോട്ട് പോവുക. അങ്ങനെ നമ്മുടെ 5 പേരും ഇപ്പൊ ഒറ്റക്കെട്ടായി മുൻപോട്ട് നടക്കും. അപ്പൊ ആ സമയത്ത് ഹിഡൻ റെയിൻ വില്ലേജിലെ 15 നിഞ്ചകള് അവര് വീണ്ടും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി നിൽക്കും. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ തടയാനായി റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാര് ഇപ്പൊ നടന്ന് ഒരു പാലസിന്റെ അകത്തേക്ക് വരും. ആ പാലസിന്റെ അകം കണ്ട് അവര് ഷോക്കാവും. കാരണം അവിടെ ഇപ്പോ ഒരുപാട് സ്ക്രോളുകളുണ്ട്. അത് കണ്ട് കുട്ടപ്പൻ ഷോക്കായിട്ട് നമ്മുടെ സ്ക്രോള് അതിപ്പോ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് അവൻ അവിടെ കിടന്ന് ഓടാൻ തുടങ്ങും. അതിന് ഷിക്കമരു പറയും, കുട്ടപ്പ ഓടരുത്, ഒരു പക്ഷേ ഇവിടെ ട്രാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. മാത്രമല്ല നമ്മൾ കാണുന്ന ഇത്രയും സ്ക്രോളുകൾ അത് ചിലപ്പോ ഫേക്ക് ആവാനും സാധ്യതയുണ്ട്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അപ്പൊ ഒരു പക്ഷി പാറി വന്ന് ഇപ്പൊ കുട്ടപ്പന്റെ ചുറ്റും വട്ടവിട്ട് പറന്ന് പൊട്ടൻ നറൂട്ടോ എന്ന് വിളിച്ചു കൂവും. അത് കേട്ട് കുട്ടപ്പന് കലിയിളകി അതിനെ പിടിക്കാനായിട്ട് അതിന്റെ പിന്നാലെ ഓടും. പക്ഷെ അത് പക്ഷിയാണ്, അതിനെ പിടിക്കാനായിട്ട് കുട്ടപ്പന് കഴിയില്ല. അപ്പൊ അതേ സമയം ഇവിടെ പുറത്ത് ആ ഹിഡൻ റെയിൻ വില്ലേജിലെ നിഞ്ചകള് അവര് വട്ടം നിന്ന് ഇപ്പൊ കൂട്ടത്തോടു കൂടെ അവരുടെ ജിപ്സ് ഉപയോഗിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് മഴ പെയ്യിപ്പിക്കാൻ തുടങ്ങും. മഴയുടെ ശക്തി അത് കൂടിക്കൂടി വന്ന് ഒരുപാട് വെള്ളം ആ പാലസിലേക്ക് കയറി ഇപ്പൊ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും തെറിപ്പിച്ചു കളയാണ്. ഷിക്കമരുവിന് ആ വെള്ളം അത് കാണുമ്പോ തന്നെ മനസ്സിലാവും അത് നോർമൽ മഴയിൽ നിന്നുണ്ടാവുന്ന വെള്ളമല്ല, മറിച്ച് ഇതാരോ ചക്ര പവർ വെച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ വില്ലന്മാര് അവർ സ്ട്രോങ് ആയിട്ട് മഴ പെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ തൊട്ടു പിന്നിലായിട്ട് ഇപ്പൊ ഒരു ശബ്ദം കേൾക്കും. അപ്പൊ അവര് കാണും സാക്ഷാൽ സാസുക. കാക്കാഷി കൊടുത്ത ആ ഒരു മാപ്പ് നോക്കിയാണ് അവൻ ഇവിടേക്ക് എത്തിയത്. സാസുകയെ കണ്ടുടനെ അവരവനെ അടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. അത് കണ്ട് സാസുക ചിരിക്കും, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ 15 പേരെ കിട്ടി, താങ്ക്സ് കാക്കാഷി മാസ്റ്റർ എന്ന് പറഞ്ഞ് ഇപ്പൊ സാസുകയും ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. കാക്കാഷി അവന്റെ ചിത്തോരി പവർ എടുത്ത് 15 പേരെയും അടിച്ചു കൊല്ലാണ്. അല്പസമയം കഴിയുമ്പോ ആ ഒരു മഴ അത് നിന്ന് പാലസിലുണ്ടായിരുന്ന വെള്ളം അത് പുറത്തേക്ക് പോവും. നമ്മുടെ സ്വത്തുമണികള് ഇവിടെ ശ്വാസം വലിച്ചു വിട്ട് ഇപ്പൊ റിലാക്സ് ചെയ്യും. അപ്പോഴായിരിക്കും ഷിക്കമരു ആ പക്ഷിയെ ശ്രദ്ധിക്കുക. ഷിക്കമരു കുട്ടപ്പനോട് വിളിച്ചു പറയും, കുട്ടപ്പ ആ പക്ഷിയുടെ അതിന്റെ പിന്നാലെ പോ. കുട്ടപ്പൻ അതിന്റെ പിന്നാലെ ഒരുപാട് ദൂരം ഓടും, പക്ഷെ അതിനെ പിടിക്കാൻ കഴിയില്ല. അത് കുട്ടപ്പനെ നോക്കി കളിയാക്കിക്കൊണ്ടേയിരിക്കും. അതിന് ഷിക്കമരു പറയും, നീ ചിരിച്ചോണ്ട് അതിനെ പിടിക്കാൻ ശ്രമിക്ക്, ഉറപ്പായിട്ടും നിനക്കതിനെ കിട്ടും. അതിന് സാക്കുറ, നീ എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് അത് ആലോചിക്ക്, അപ്പൊ തീർച്ചയായിട്ടും നിനക്ക് ചിരി വരും. അത് കേൾക്കേണ്ട താമസം കുട്ടപ്പനാവട്ടെ സാക്ഷാൽ സാക്കുറയെ തന്നെ ഇപ്പൊ ഇമാജിൻ ചെയ്യും. അങ്ങനെ 32 പല്ലും ഇളിച്ചു കാണിച്ച് കിളിയുടെ തൊട്ടടുത്തെത്തി അവിടെ ഒരു ബസറിൽ ചവിട്ടും. അപ്പൊ ഉടനെ ഒരു ഡോറ് അത് ഓപ്പൺ ആയി വരും. അവർ ആ ഡോർ വഴി അകത്തേക്ക് കയറുമ്പോ ഒരു പ്രത്യേക ബോക്സില് സ്ക്രോള് കാണും. കുട്ടപ്പൻ അത് കണ്ട ആവേശത്തില് എടുക്കാനായിട്ട് കൈ നീട്ടും, പക്ഷെ അത് പൊട്ടി അങ്ങോട്ട് തെറിക്കും. അപ്പൊ അതേ സമയത്ത് സാക്ഷാൽ മൈഗൈ ആളിപ്പോ അവിടേക്ക് വരും. മൈഗൈ പറയും, ഞാൻ നിങ്ങൾക്ക് തന്ന ആ ഒരു ടൈഗർ സ്ക്രോള് അത് കറക്റ്റായിട്ട് വായിക്കുകയാണെങ്കിൽ ലെഗസി സ്ക്രോള് അത് ഉറപ്പായിട്ടും കിട്ടുന്നു പറഞ്ഞ് മൈഗൈ ആള് പുറത്തേക്ക് ഓടും. നമ്മുടെ ആൾക്കാർ വീണ്ടും ആ സ്ക്രോള് അത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കും. സ്ക്രോളിന്റെ അവസാനമായിട്ട് ഇപ്രകാരം എഴുതിയിരിക്കും, നിഞ്ച വേൾഡില് ഒരു ഷോർട്ട് കട്ടും ഇല്ല, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് സ്വന്തമാക്കാൻ കഴിയൂ. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഫ്യൂസ് പോയി അവരങ്ങനെ പരസ്പരം നോക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് സാസുകയും മൈഗയും കാക്കാഷിയും അവര് 3 പേരും ഇപ്പൊ കണ്ടുമുട്ടും. കാക്കാഷി പറയും, ഞാൻ സാസുകയ്ക്ക് നല്ല ട്രെയിനിങ് കൊടുത്തു. അതിന് മൈഗയും പറയും, ഞാനും എന്റെ പിള്ളേർക്ക് അടിപൊളി ട്രെയിനിങ് ആണ് കൊടുത്തത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് അവര് ശശിയായി മൈഗൈ മാസ്റ്ററെ ഇപ്പൊ തെറിയൊക്കെ വിളിച്ച് പുറത്തേക്ക് വരും. ഷിക്കമരു പറയും, ആക്ച്വലി ഈ ഒരു ടാസ്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിലൂടെ നമ്മുടെ ടീം വർക്ക് അത് കൂടുതൽ സ്ട്രോങ് ആയി, നമ്മൾ ആഗ്രഹിച്ച പോലെ ഏറ്റവും എൻഡിൽ തന്നെ നമ്മൾ വന്നെത്തി. അപ്പൊ കുട്ടപ്പൻ അവൻ പറയും, എനിക്ക് മാത്രം 4th ഹോക്കാഗയുടെ ലെഗസി കിട്ടി, അത് മറ്റൊന്നുമല്ല
നിഞ്ച വേൾഡിൽ ഒരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് പറഞ്ഞ് അവൻ മത്സരിക്കാൻ ഓടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.